ഇതെന്ത് മീനാണ്? ഒരു പുള്ളിയൊക്കെ ഉള്ളത് ലൈറ്റൊക്കെ അല്ലേ? ഒന്ന് തിരിച്ച് കുപ്പി ഒന്ന് തിരിച്ച്. വെള്ളങ്ങൾ കെട്ടിയതുകൊണ്ട് എങ്ങനെ നിൽക്കണേ? കെട്ടിയതുകൊണ്ട് എങ്ങനെ നിൽക്കണേ? ആ അതാ ഇഷ്ടംപോലെ കിട്ടി. വെള്ളം ഇഷ്ടംപോലെ അടക്കം. ഹലോ, ഞാൻ പൊട്ടിക്കല്ല് വന്നതാണ് കേട്ടോ. അപ്പോൾ വന്നപ്പോൾ അമ്മ പിന്നെ എന്താ പറയുക, ഹോസ്പിറ്റലിലേക്ക് ഫുഡ് കൊടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം 3 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇത് രാത്രിക്കേക്കുള്ളതാണ്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ചോറ് ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് വെച്ചിട്ട് ഈ സമയത്താണ് അമ്മയ്ക്കുള്ള ചോറും കറിയൊക്കെ ആയിട്ടുണ്ട്. ഓർക്ക് ഹോസ്പിറ്റലിൽ കൊടുത്തയക്കാനുള്ള ചോറ് ഇപ്പം ഉണ്ടാക്കുകയാണ്. അപ്പം എന്നോട് പറഞ്ഞിരുന്നടി മീൻ വാങ്ങിയിട്ട് വരുമുണ്ടോ എന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് മത്തി വാങ്ങിയതാണ്. അപ്പോൾ ഇത് വെള്ളത്തിട്ട് വെച്ചതാണ്. ഇനി ഫ്രൈ ചെയ്യാനാണ് കേട്ടോ. അപ്പം അമ്മ ഞാൻ വന്നതുകൊണ്ട് ചായക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് അമ്മ ഇന്ന് എന്തെങ്കിലും വാങ്ങിട്ട് തിന്നാമെന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ വേണ്ടി പോവാണ്. അപ്പം നമ്മുടെ അടുക്കളയാണ് ഈ ഗൈസ്, ഇവിടുത്തെ അടുക്കളയാണ്. ഇങ്ങനത്തെ അടുപ്പും അടുക്കളയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്നാണ് നമ്മൾ ഞാൻ വരുമ്പോഴേ മഴ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നനഞ്ഞ് ഞാൻ കണ്ടോ ഒക്കെ നനഞ്ഞ്. പുറത്ത് നല്ല മഴയാണ് കേട്ടോ. പിന്നെ ഞാൻ പോന്നപ്പോൾ നമുക്ക് ഇവിടത്തേക്ക് ഒരു 3 ഓർഡർ ഉണ്ടായിരുന്നു. അതും എടുത്തിട്ടാണ് ഞാൻ പോന്നിട്ടുണ്ടായിരുന്നു. ഇനി അത് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ. നല്ല മഴ എന്ന് പറയാൻ പറ്റില്ല, ചെറിയ മഴ. ഞാൻ വണ്ടി നിർത്തിയിട്ട് അവിടെ ആ പറമ്പിലാണ് കേട്ടോ. പിന്നെ അമ്മ കടയിൽ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അമ്മയ്ക്ക് മീനൊക്കെ ഒന്ന് നന്നാക്കണം. കറി അമ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. കറിയും ചോറിനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പാവയ്ക്കയും ക്യാരറ്റൊക്കെ ഇട്ടിട്ട് തേങ്ങയൊക്കെ ഇട്ട് അമ്മ തോരൻ വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ എന്താണ്, മോര് കറി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഈ മീനും കൂടെ വറുത്തിട്ട് അങ്ങനെ കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് കേട്ടോ. എല്ലാം അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് വെക്കുന്നത് കേട്ടോ. കാരണം ഇനിയിപ്പോൾ ചോറിൽ നമ്മളെല്ലാം വെച്ചിട്ട് കൊടുക്കുമ്പോൾ ഇത് മീനൊക്കെ തിന്നാത്തവരാണോ നമുക്കറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാനാണ്. ചെടികളൊക്കെ എല്ലാം പോയിട്ടുണ്ട് കേട്ടോ. ആകെ എന്താ പറയുക, മുറ്റൊക്കെ ഒരു പുല്ലൊക്കെ പിടിച്ച് ആകെ കാട് പോലെ കിടക്കുന്നുണ്ട്. അപ്പം ഞാനൊരു അച്ചാറിട്ട് കാണിച്ചു തരാം കേട്ടോ. അമ്മ അച്ചാറിട്ട് വെച്ചതാണ്, ഇന്നിട്ട് വെച്ചതാണ് കാരണം അതൊക്കെ കേട്ടോ. ഞാനത് എടുത്ത് തിന്നാൻ തുടങ്ങുമ്പോഴാണ് അമ്മ വന്നത്. അപ്പം അമ്മ 2 ഇന്നിട്ടതാണ്. അപ്പോൾ എൻ്റെ അമ്മയാണ് അടിച്ചിട്ട് ഒരു രക്ഷയുണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു സ്പൂണൊക്കെ ഇട്ടിട്ട്, പക്ഷേ ഇത് ഞാൻ വിചാരിച്ചെന്നറിയോ, കുറച്ച് ദിവസമായി ഇട്ട് വെച്ചിട്ടെന്നാണ് വിചാരിച്ച്. കഴിച്ച് നോക്കുമ്പോൾ എന്താ ടേസ്റ്റ് എന്നറിയോ. അതായത് നാരങ്ങയും ഈത്തപ്പഴം കൂടെ അച്ചാറിട്ട് വെച്ചതാണ്. അടിപൊളി. ആ ഒരു ഇന്നിട്ടതാണെന്ന് പറയില്ല. അമ്മ വന്നപ്പോൾ പറയുന്നുണ്ട്, അത് ഞാൻ ഇപ്പോൾ ഇട്ട് വെച്ച് കുപ്പിയിലേക്ക് ആക്കിയിട്ടേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അമ്മ. പക്ഷെ നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ്. അപ്പോൾ പോകുമ്പോൾ ഇവിടുന്ന് കുറച്ച് കൊണ്ടുപോകണം. അച്ചാറെല്ലാം ഇപ്പോൾ എന്താ പറയുക ഇവിടുന്ന് കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ അച്ചാർ ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കണേ ഇല്ല. മാങ്ങ ആവട്ടെ. മാങ്ങ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നപ്പോൾ ഞാൻ ഒരു കുപ്പിയിൽ അങ്ങനെ കൊണ്ടുപോയിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു മണ ഇന്നിട്ടോ നല്ല രസമുണ്ട്. അതേപോലെ മാങ്ങയും എങ്ങനെ ഇട്ട് അല്ല ആ മാങ്ങയാലും എന്തൊക്കെ ഇട്ട് എന്തും അച്ചാർ പോലല്ല. മാങ്ങേൻ്റെ ബിസിനസ് തുടങ്ങിയാലോ? അച്ചാറിൻ്റെ ബിസിനസ് സാധനം കൊണ്ടുവന്ന് ഇരട്ടുള്ളൂ. എന്താ ടേസ്റ്റ് എല്ലാം എത്ര ഉണ്ട്? പറയില്ല കേട്ടോ. ഇന്ന് ഇപ്പം ഇട്ടിട്ടോളിയാ രാവിലെ. ഞാൻ സുന്ദരിക്ക് കൊണ്ടുപോകാൻ വേണ്ടി മോള് വന്നു വരും. അടുത്ത ശനിയാഴ്ച എല്ലാം ഒരു പാത്രം കൊടുത്താക്കി എത്തിയാണ്. മഴ രസമുണ്ട്. മാങ്ങ നല്ല രസം, പക്ഷെ എരിവ് കൂടി. കുരുമുളകും നല്ല ടേസ്റ്റ് ആയിരുന്നു.
കോഴിക്കും ചോറും കുട്ടികളില്ലേ ഒന്ന് കണ്ടുപിടിച്ചെന്താ എരു കൂടിയിട്ട് എന്തല്ല ഇക്ക് അങ്ങനെ അച്ചാർ വലിയ ഇഷ്ടാവില്ല ഇത് ഞാൻ ഓരോ സ്പൂണാണ് നീ കുട്ടികളെ ബിസ്ക്കറ്റ് കുട്ടികളെ കൊണ്ടുപോയിട്ട് അങ്ങനെ ഒന്നുമില്ല പ്രായമുണ്ട് കേട്ടോ എന്തോ ഒരു കടി അത് കേക്ക് കുടിച്ചു കേക്ക് ഇതെന്താണ് ഇതിന്റെ പേരെന്താ അതറിയില്ല ഒരു വട്ട സാധനം എന്താ പേരൊന്നും അറിയില്ല കേട്ടോ അവിടെ കൊക്കവട മറ്റേ തേങ്ങാപത്തിരി അതാ തേങ്ങയുടെ മണം വരുന്നത് എന്താണ് തോന്നുന്നു അല്ലാതെ ഒന്നുമില്ല പഴമണി ഒരു മുട്ടയും പഴമണി കുഞ്ഞിപ്പോ ചായ ഒന്ന് തുറക്കുവോ എടി ഏതായാലും കൊടുത്തിട്ട് ആ അടുപ്പൊന്ന് മാറ്റി തിരിച്ച് കഞ്ഞി കണ്ടതില് അല്ല അതാ സോറി എന്താ അടിച്ചോ സോപ്പ് കുഴപ്പമൊന്നുമില്ല കയറുന്ന ഉണ്ടായതുണ്ട് കുറെ നേരം വെക്കണം ഗ്രാമ്പ് അതിനെന്തേലും സ്ക്രൂ ഡ്രൈവർ എന്തേലും ഉണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് എന്ത് സംഭവം ഒന്നും അറിയില്ല അങ്ങനത്തെ ഒരു സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് തീരെ കത്തുന്നില്ല അതൊക്കെ ഉണ്ട് അതല്ല ഇതയക്കണ മറ്റൊരു സംഭവം ഉണ്ടോ എന്തേലും സ്കൂൾ അങ്ങനത്തെ എന്തേലും ഉണ്ടോ കഴിക്കണ വേണ്ടി വരില്ലേ ഇവിടുന്ന കിട്ടുമോ എവിടെ ഇവിടെ ഉണ്ടാകുന്നുണ്ട് ഇതിപ്പോ അടുത്ത കാലത്ത് കിട്ടാമല്ലോ കിട്ടുണ്ടോ അതേതോ ഉണ്ടോ മാറ്റാൻ മുറിച്ചാ മതിയോ എന്നിട്ട് പിന്നെ പൈപ്പ് എവിടെ കഴിച്ച് വരുന്ന അറിഞ്ഞില്ലാതെ കൊടുന്നാൽ മതി ഒന്നും ഉപയോഗിക്കാൻ വേണ്ടേ മുറിച്ചിട്ട് അയക്കാൻ പറ്റുമോ നോക്ക് എങ്ങനെ ഇരിക്കണേ അത് ചായ വാങ്ങിയിട്ട് ചെരിച്ചാണ് ചായ വാങ്ങി കഴിക്കാം ഇത് അവിടെ ഉണ്ടെന്ന സാധനം തയ്യൽ മെഷീൻ്റെ അത് അതുണ്ടെങ്കിൽ വേഗം ഇത് സാധനം അകത്തേരെ വിളിക്കേണ്ട കയറ്റാൻ പറ്റുമോ മീൻ പഞ്ഞി ഈ സ്ക്രൂ ഡ്രൈവറാണ് വേണ്ടത് സ്ക്രൂ ഡ്രൈവർ ഇവിടെ അല്ലല്ലോ സ്ക്രൂ ഡ്രൈവർ പറഞ്ഞാൽ ആ ഇടയിലൊക്കെ ഒരു ചെറുത് അല്ല ഈ പാത്രത്തിലൊക്കെ ഇതില് അങ്ങനത്തെ ആണോ വേണ്ടത് കത്തിയിലായിട്ട് കത്തി മേടിച്ചാണ് കിട്ടിയോ കാപ്പിപ്പൊടി ആണെങ്കിൽ അതിൽ പഞ്ചസാര ഇട്ടുള്ള അതിൽ മകർക്കിട്ടില്ല ആ ബൂസ്റ്റിനെ കൊണ്ടുപോയിക്കോ ഞാൻ തൊട്ട് നോക്കിയിട്ടില്ല കുട്ടിപ്പിച്ച് അധികം പൊടിച്ചാണ് എനിക്ക് പറ്റുന്നില്ല കാപ്പിപ്പൊടി ഗൈസ് അതിനൊക്കെ പൊടിച്ചിട്ടാ ഞാൻ കൊടുക്കുന്നത് ഏലക്ക ജീരകം അല്ലേ ഏലക്കയും ജീരകം വറുത്ത് പൊടിച്ചിട്ട് ഉലുവ ഇടുവോ പിന്നെ വിടാതെ നമ്മള് ദൂരണ്ടേ ആ ഊര് എന്നും മറക്കും അടുപ്പിൽ ഇത് തീരെ കത്തിലെ തുള്ളി വെള്ളം വെച്ചാൽ തിളച്ചിട്ടാൻ ഭയങ്കര പാടാ അപ്പോൾ ചെരിച്ച സാർ പൊത്താനൊരു കേടുമില്ലേന്നു ആ ചെക്കൻ വന്നിട്ട് ആ പൈപ്പിൻ്റെ നേരേക്ക് ഇപ്പോഴും കൂടി അതിനൊരു ഇതിനെന്താ വെച്ചാൽ ചെളുക്കണ്ടാവില്ല എന്നുള്ളൂ അപ്പം ഞാൻ ഈ ഒരു ഗ്യാസ് സ്റ്റൗ ഉണ്ടല്ലോ ഇവിടെ ഒന്ന് അമ്മ റെഡിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ അത് കുറേ ദിവസമായി നന്നാക്കി കൊണ്ടുവന്ന് വെച്ചിട്ട് കേട്ടോ അപ്പോൾ അത് ഇടുകയാണ് പഴയത് അങ്ങോട്ട് കത്തൽ കുറവാണ് തീ അപ്പോൾ അത് കടയിൽ കൊടുത്ത് നന്നാക്കാൻ കൊടുക്കണം എന്ന് പറയുന്നുണ്ട് അമ്മ അപ്പോൾ ഇപ്പോൾ റെഡിയാക്കി കൊണ്ടുവന്നത് ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ വണ്ടൂര് വണ്ടൂരാണ് ഫിറ്റ് ചെയ്തൊക്കെ അങ്ങോട്ട് ആക്കിയിരിക്കുന്നത്
പിന്നീട് കാലത്ത് ഫിറ്റ് ചെയ്തിട്ട് അത് അയച്ചിട്ടുണ്ടാവില്ല. ഉരുക്കിക്കുന്നത് അത് ഇത് മാറ്റുമ്പോൾ നല്ലൊരു വയറ് ഇത് മാറ്റണം. വയറ് കൊണ്ടുവരാം. കേൾക്കണം. അടുത്ത് ഇത് ഫിറ്റ് ചെയ്യുന്നു. തീരെ പൊന്തലും ഇല്ലേ? ഇല്ലല്ലേ? പറയും പോലെ ഇതൊരു കുഴിയിലിട്ടവരുണ്ടല്ലോ. നന്നാക്കി കൊണ്ടുപോയി പോയി അല്ലെങ്കിൽ കൊടുക്കുന്നേ അത് കാട്ടും. ഒരു ഇത് മുറുക്കണ ഒരു സംഭവം ഉണ്ടാവും. മാറ്റിയ മറ്റേ നന്നാക്കാൻ കൊടുത്തതല്ലേ, അവിടെ 5-10 റുപ്യ ഉള്ളൂ. നന്നാക്കാൻ കൊടുത്തത് ഇതോ നന്നാക്കാൻ കൊടുത്തില്ലേ, അത് മുറുക്കണതാണ് പറഞ്ഞാൽ മതി. ഒരു വട്ട് അത് ഇട്ടിട്ട് ഇങ്ങനെ ഇതിനോട് തിരിച്ച് മുറിക്കാണ്ട് ഫുള്ളായി കിടക്കും. ഇപ്പൊ ലൂസാവോ എനിക്കറിയില്ല കേട്ടോ. എന്തായാലും കുറച്ചൊക്കെ കഴുകിയായിരുന്നു. ഒക്കെ കൊടുത്തിട്ട് കഴുകി കാപ്പി ചൂടാറോ പാത്രത്ത് പാകി ചൂടുന്നു പാട്ടിൽ. എന്തായാലും വയറ് മാറ്റണം കേട്ടോ. ലൈറ്റ് അവിടെ ലീക്കുണ്ടോ? ലീക്കിൻ്റെയൊന്നുമില്ല. ഞാനതിന് പണിക്ക് പോകുമ്പോൾ അടച്ചിട്ട് പോലെ തന്നെയാണ്. സംഭവമില്ല. ലീക്കണെങ്കിൽ ഷൂ പറഞ്ഞുണ്ടാവും. എന്താ തുടയ്ക്കണത്? ഇത് മേലെ എന്താ ബിയേ കുറച്ചിട്ടാ പോരെ? ശരി. വേറെ വേസാൻ മതിയല്ലോ. അത്രയൊക്കെ ആയപ്പോ വാർപ്പ് കഴിഞ്ഞു. മറ്റേ കൊടുക്കാനുള്ള പൈസയും കൊടുത്തു. കൊടുക്കാനുള്ള പൈസ കൊടുക്കറിയാം. വാർപ്പ് കഴിഞ്ഞു. ഇനി കിട്ടുന്നതായിട്ട് ഓരോണപ്പോ കയറ്റി കൊടുത്തേ കയറ്റി കൊടുത്താൽ പഞ്ചായത്തിന് കിട്ടി. ബാക്കി ഒന്ന് കൊടുത്തു. ഓലെ അറിയിക്കാതെ സഹായിക്കുള്ളൂ. നാളെ കുട്ടികളുടെ സ്കൂളിലല്ലോ ഉണ്ടോ? എന്താ പണിയില്ലാന്ന് ഇപ്പോൾ ഇതുവരെ വന്നതുമില്ല. ഇന്ന് നാളെ പണി ഇപ്പം ഇനി ഒരാഴ്ച വരെ. തന്തേൻ്റെ ഓൻ്റെ പെണ്ണുങ്ങൾ പ്രസവിച്ചില്ലേ? എന്തുട്ടിയാ? ആൺകുട്ടി. മറ്റേ ചെക്കൻ പോയി അവിടെ കാണില്ല. അപ്പോൾ ജോലിക്ക് ഒന്നിനാണ് കെട്ടാനുള്ളത്. തന്നെയാണ് ഇതിനോട് നന്നാക്കല്ല. കൊതുക് കടിച്ചിട്ട് പുറത്തിരിക്കൂലേ. അരി ഒന്ന് ആക്കിക്കാം. ചോറ് അടുപ്പത്തെ മീൻ നന്നാക്കണേ. മീൻ മത്തിയ നല്ല വെള്ളല്ലേ? നല്ല വേവുള്ള അരിയ. നന്നാക്കാല്ലേ കൊതുക് കടിച്ചിട്ട് കൊള്ളൂലേ? മറന്നോ? മതിയോ? കൂടിയോ?
പാടുണ്ടാവും. കുട്ടികൾ സ്കൂട്ട് വരുകൊണ്ട് കടക്കില്ല. പെണ്ണിൻ്റെ മാതിരിയല്ലാത്ത മീനൊക്കെ മസാലയൊക്കെ തേച്ചു മതിയോ മതി. ഒരു രസോടി പൊടിയാണ് ഇട്ടാ കരി കഴുകണ്ടല്ലോ. ഞങ്ങൾ മുളക് പൊടി ഇതൊക്കെ ഒരു സെക്ഷൻ വറക്കാനുള്ള വെച്ചു ഗൈസ്. ഇത് ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ. ബാക്കിയുള്ളത് കുറവാണെന്ന് കുറച്ചും കൂടി എടുത്തോളാം. എനിക്ക് തോന്നലുണ്ടാവും ഓർക്ക്. ഞാൻ എനിക്ക് തിരുമ്പട്ടെ. ഉപ്പേരി ക്യാരറ്റ് കൈപ്പങ്ങയൊക്കെ ഇട്ട് ഉപ്പേരി. കറി എന്താണ്? കറി മുന്നിട്ടെ നല്ല മോര് കറി. മീനൊക്കെ വറുത്തു ഗൈസ്. ഇവിടെ ചരച്ചോ മാങ്ങാച്ചാറ ഏതാ ചരച്ചോ? അപ്പോൾ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. 2 പൊതി ചോറാണ്. ആ നടക്കോ മതി. ചോറ് എത്ര എങ്ങാനും ചോറാണിത്. ഇത്രയൊക്കെ ചോറ് വയ്ക്കണോ? ചോറ്, പാവയ്ക്കുപ്പേരി, മോര് കറി, മീൻ വറുത്തത്. ഇങ്ങനെ പാക്കാക്കിട്ടോ മീൻ വറുത്തത്. ഇത്ര ചോറ് വേണ്ട, ചോറ് കുറച്ച് കൂടുതലാണ്. മതി മതി മതി. ഇത് മീൻ വറുത്തത് കേട്ടോ. ഇങ്ങനെ വെച്ചു. അപ്പോൾ ഇത് കൊണ്ടുകൂടി വയ്ക്കണ്ടേ? ഇനി കുറച്ച് അച്ചാറും കൂടെ വയ്ക്കാം. നമ്മ കൊടുക്കണേന്നല്ലേ ഇപ്പോൾ? ഞാനേക്ക് പോയി ഞാൻ ശരിയായില്ലേ. ചോറ് കുറച്ച് അധികം ഉള്ളതുകൊണ്ട് അങ്ങോട്ട് തന്നെ ഇട്ടിപ്പിച്ചതാണ് കേട്ടോ പീസ്. പൊടിയാണ് കുറേ ഇറങ്ങാൻ വലിയ പൊടിയായി. പപ്പടമൊക്കെ പുതിരുള്ളൂ. അറിയാം അങ്ങനെ മതി. അങ്ങനെ വയ്ക്കുന്നില്ല. ഞാൻ പോയി ഞാൻ അങ്ങനെയൊന്നും ആവില്ല. നമ്മളത്ര എക്സ്പേർട്ട് അല്ല. അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മൾ പൊതിയും. ചെയ്യും. നമുക്കങ്ങനെ അതിലൊക്കെ തീരണ്ടല്ലേ? സമാധാനാവോ? 4 പൊതിയിരുന്നോ? അല്ലല്ല, 2 എണ്ണം എന്നോട് പറഞ്ഞിരുന്നു. കറിക്ക് 2 എണ്ണത്തിനുള്ള വന്നിട്ടു. എന്താ പറയാ, അപ്പോൾ ഒരു രസം കൊടുക്കും. ജോലിയാണ് ഇപ്പോൾ തിന്നോണമെന്ന് ഇവിടെ കാര്യമില്ല. അത് മാറ്റിയ സാധനം അപ്പോൾ 2 പൊതി ചോറ് റെഡി. ഓക്കെ,
ഇത് നമുക്ക് കൊണ്ടുപോകാം. ഇനി എപ്പോഴാണ് ഞാനത് കൊണ്ടു കൊടുക്കലേ? വണ്ടിയിൽ പോയിക്കളാ നമുക്ക് കൊണ്ടുപോകാം. അപ്പം കിച്ചുമലൊക്കെ വേപ്പിൻ്റെ പറിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു കേട്ടോ. എന്തിനാണെന്ന് എനിക്കറിയില്ല. അപ്പം ഞാനത് പറിക്കാൻ വന്നതാണ്. എന്തിനാണെന്ന് അറിയില്ല കേട്ടോ. എന്നോട് പറിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഞാൻ പോവുകയാണ് ഗൈസ്. അപ്പം ഞാൻ പോവുകയാണ്. അമ്മ കുടുംബശ്രീയിലേക്കും പോകും. എൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് നമ്മ പോവുകയാണ്. ഓക്കെ ബൈ ഗൈസ്. അപ്പം ഞാൻ തിരിച്ച് പൂക്കോട്ടുംപാടത്തെ വീട്ടിലേക്ക് പോവുമായിരുന്നു. അപ്പോഴാണെങ്കിൽ ഒരു കൊറിയർ അവിടെ കൊടുക്കാനുണ്ടായിരുന്നു നമ്മളെ പൊട്ടിക്കല്ല് കേട്ടോ. അപ്പോൾ അത് കൊടുക്കാൻ പോയപ്പോഴാണ് അവിടെ തോട്ടിൽ കുട്ടികൾ മീൻ പിടിക്കണ കണ്ടത്. അപ്പോൾ കുറച്ച് നേരം ആ ഒരു വീഡിയോ എടുത്തിട്ടോ. കെട്ടിയതുകൊണ്ട് എങ്ങനെ നിൽക്കണേ? ഇതിലേറെ വെള്ളമുണ്ട്. ഞങ്ങള് ഈ കല്ല് മൂടും. ഞങ്ങൾ നല്ല സൗകര്യമാണ്. ആ അതാ ഇഷ്ടംപോലെ കിട്ടും. വെള്ളം ഇഷ്ടംപോലെ അടക്കം കുപ്പിയിട്ടു. അരിഷ്ടത്തിന്റെ കുപ്പിയാ ദീന ആയുർവേദിക്. ഈ കുട്ടികളെ എവിടുത്തെ നല്ല വെള്ളമാണ്. അപ്പം നമ്മുടെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ സീ യു. താങ്ക്സ് ഫോർ വാച്ചിങ്.